മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്ക് നല്ലൊരു ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നാടൻ വിഭവമായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ, നമ്മളുടെ ചീര, നല്ല നാടൻ ചീര, ഇത് ചട്ടിയിൽ വളർന്നതാണ്. അപ്പോൾ യാതൊരു കെമിക്കൽസും ഒന്നുമില്ല, നല്ലൊരു ചീരയാണിത്. അപ്പോൾ ഇതും മുട്ടയും വെച്ചിട്ട് നമുക്ക് നല്ലൊരു തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, 2 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കാന്താരിമുളക് ഒരു 3-4 എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു മുറി തേങ്ങ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ബാക്കിയുള്ളത് കടുക്, ജീരകം, അതൊക്കെ നമുക്ക് പാചകം ചെയ്യുമ്പോൾ ചേർക്കാം. കാന്താരിമുളക് നല്ല പച്ച കാന്താരിമുളക്. ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തതിൻ്റെ വീഡിയോസ് കണ്ടെങ്കിൽ സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം. ഇനി നമ്മൾക്ക് പാചകം ചെയ്യാൻ തുടങ്ങാം. ചീരയെല്ലാം കഴുകി നന്നാക്കി മുറിച്ചിട്ട് പിന്നെ ഉള്ളിയെല്ലാം മുറിക്കാം, എന്നിട്ട് തേങ്ങയെല്ലാം ചെറിയ വെച്ച് എന്നിട്ട് നമുക്ക് പാചകം തുടങ്ങാം. അപ്പോൾ നമ്മൾക്ക് ചീര മുട്ട തോര ഉണ്ടാക്കാൻ തുടങ്ങാം. അത് ചീര അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്, ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കണം. നല്ലൊരു കല്ലുവടി എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, കാന്താരിമുളകാണ്, പിന്നെ കുറച്ച് ജീരകം, പിന്നെ ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കണം. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ചതച്ചെടുക്കാം. ഇതെല്ലാം നല്ലോണം കൂടെ ചതച്ച് കിട്ടിയിട്ട് ഇനി നമ്മൾക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിതിൽ പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. വേണ്ടവർക്ക് മറ്റേ ചുവന്ന മുളക് പൊടിയൊക്കെ ഉപയോഗിക്കാം. ഇതിന് വേറൊരു ടേസ്റ്റാണ്. ഇപ്പം ഇതവിടെ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, അവരവർ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് വെളിയിൽ പോകാതിരിക്കാൻ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇതിലേക്ക് നമ്മൾക്കൊരു 2 ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം, വലിയ ഉള്ളി. നമ്മൾക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെള്ളുള്ളി, പച്ചമുളക്, ജീരകം, പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. വളരെ ടേസ്റ്റി, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ലൊരു തോരനാണ്. നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നു, കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നു. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചീര ചേർക്കാം. എല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നമ്മൾക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾക്ക് മൂടി ഇത് തുറന്ന് നോക്കാം. ചീരയെല്ലാം നല്ലോണം വെന്ത് വരുന്നുണ്ട്. ഒന്നുകൂടെ അടച്ചു വെച്ച് 2-3 മിനിറ്റ് വേവിക്കാം. ഇനി നമ്മൾക്ക് മൂടി തുറന്ന് നോക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ചീരയിലൊക്കെ. ഇനി നമ്മൾക്ക് എടുത്ത് വെച്ചിരുന്ന 2 മുട്ട ഉണ്ടായിരുന്നല്ലോ, അത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ചിക്കി കൊടുക്കാം. നമ്മുടെ മുട്ടയെല്ലാം നല്ല കുറച്ച് ചെറിയ പീസ് മാതിരിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചീരയും 2ഉം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചീരയും മുട്ടയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കണം. കുട്ടികൾ വെറും ചീരയാണെങ്കിൽ കുട്ടികൾ കഴിക്കില്ല. ഇപ്പം മുട്ടയും കൂടി ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ കഴിക്കും. അപ്പോൾ ഇതാ നമ്മളുടെ മുട്ടയും ചീരയെല്ലാം നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ചപ്പാത്തീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി തോരനാണിത്. നമ്മൾ ഒന്നുകൂടെ
മൂടി വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് ചീരയെല്ലാം. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. നല്ല ടേസ്റ്റ്, പാകം ഉപ്പ് എരിവ് എല്ലാം ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് കേട്ടോ, ഞാൻ വെറുതെ പറയുന്നതല്ല. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മളുടെ മുട്ട ചീര തോരനോട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മളുടെ ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള ചീര മുട്ട തോരനോട് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തണം. പിന്നീട് വരുന്ന ഓളെന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ശോഭാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.